ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഷിപ്പിംഗ് കുറേ വന്നിട്ടുണ്ട്. നമ്മുടെ ഡഫ്നിയുടെ കുറേ ഷിപ്പിംഗ് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് നമുക്ക് സെല്ല് ചെയ്യാനുണ്ട്. നമ്മൾ ഏകദേശം 5 പൗണ്ടിനാണ് ഷിപ്പിംഗ് അടക്കം ചെയ്യുന്നത്. അപ്പോൾ ഷിപ്പിംഗ് നമുക്ക് ഏകദേശം 2.75 വരും ഷിപ്പിംഗ് ചെയ്യാനായിട്ട്. ബോക്സിൻ്റെയും എല്ലാത്തിൻ്റെയും ചാർജ് എല്ലാം അടക്കം. പിന്നെ ഒരു 1.5 പൗണ്ട് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടും. എന്നാലും നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ളതിനാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വല കൊണ്ട് കോരി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് അത്യാവശ്യം കിട്ടുന്ന ഡഫിനിയനൊക്കെ അങ്ങനെ വാരിയെടുക്കും. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതെല്ലാം കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ സ്റ്റേ ചെയ്ത് വലുതായി വന്നോളും. പിന്നെ നമ്മുടെ ഫിഷ് എല്ലാം ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ലൈഫ് ഫീഡൊക്കെ തന്നെ കൊടുക്കുന്നത് കാരണം അവരെല്ലാവരും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഷിപ്പ് ചെയ്യാനുള്ള അത്രയും കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ചധികം പാക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ എന്തായാലും നമ്മൾ ഇതിനെ എടുക്കുന്നത് ഇപ്പോൾ ഈ വലയിൽ വിൽക്കുക, നമ്മൾ സിറിഞ്ചിലെടുക്കും. സിറിഞ്ചിൽ നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെറിയ ടെസ്റ്റ് ട്യൂബിലാണ് അയക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ചത്തുപോയില്ലേ വെള്ളത്തിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കവറിൽ കെട്ടിയല്ല അയക്കുന്നത്, കാരണം ഷിപ്പിങ്ങിൻ്റെ സൈസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത്രയും എണ്ണം ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നിറച്ച് അങ്ങനെ എടുത്ത് അങ്ങനെ 2 ടെസ്റ്റ് ട്യൂബ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കൾച്ചർ അതിനകത്ത് ഉണ്ട്. നമ്മൾ അധികം പാടില്ല ഇതിനെ, നമ്മൾ എക്സ്ട്രാ ആയിട്ട് വളർത്തുന്ന കാരണം നമുക്ക് വേറെ ചിലവൊന്നും ഇതിനകത്തില്ല. നമ്മൾ ഇതിനകത്ത് എടുത്ത് ഈ ഒരു 3/4 ഭാഗം വെള്ളം വെച്ച് ടെസ്റ്റ് ട്യൂബ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ടൊരു 2 അല്ലെങ്കിൽ 3 ദിവസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് സർവൈവ് ചെയ്യും. ഇവിടെ എന്തായാലും കൊറിയർ ചെയ്യുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും എത്തും. പിന്നെ ടെമ്പറേച്ചർ അധികം കൂടുതൽ പോകാത്ത കാരണം ഇതങ്ങനെ ചത്തു പോകാറില്ല. പിന്നെ ചിലപ്പോൾ എങ്ങാനും ഭയങ്കര ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ചത്തു പോവുക. അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ റീപ്ലേസ്മെൻറ്റ് അയച്ചു കൊടുക്കും. എന്തായാലും ഒരു നമ്മുടെ ഹോബിയുടെ കൂടെ തന്നെ നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ചെയ്യുന്നത് സ്നെയിലൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്. പിന്നെ ഫിഷിനെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നില്ല, നമ്മൾ വന്ന് വാങ്ങുന്നവർക്ക് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. കാരണം ഷിപ്പ് ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇവിടെ അയക്കാനായിട്ട്. അപ്പോൾ ഈ ചെറിയ കെപ്പിനൊക്കെ അങ്ങനെ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സിക്ലിഡും പിന്നെ ബീറ്റാസും നമ്മൾ പേർ വാങ്ങിച്ചിട്ടുണ്ട്. ബീറ്റാസിന് പിന്നെ ഷിപ്പ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഡിമാൻഡും കൂടുതലാണ് ബീറ്റാസിന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ഷിപ്പ് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര എണ്ണം നിറച്ചു. ഇനി ബാക്കി എല്ലായിടത്തും നിറയ്ക്കുകയും വേണം. നമുക്ക് ബാക്കി ഷ്രിമ്പിനെയും എല്ലാത്തിനും അയക്കുകയും വേണം ഇനിയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും പിടിച്ചു വെച്ചിട്ടുണ്ട്, നമുക്കിതിൻ്റെ അത്രയും ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനെ നമ്മുടെ ഫിഷിന് ഫീഡായിട്ടൊന്നും കൊടുക്കുക. നമ്മൾ മോസ്റ്റ്ലി ഇതിനകത്താണ് കൊടുക്കാറ്. നമ്മുടെ സിക്ലിഡ് എല്ലാവരും കുഞ്ഞു ബേബിയാണ്, അവർ വലുതായിട്ടില്ല. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് ഡഫനിയ. നമ്മളെന്തായാലും ഇവിടെ വന്നിരുന്ന് പണിയെടുക്കുമ്പോൾ എപ്പോഴും അവരോട് വന്നിരിക്കാറുണ്ട്. ഇത് മൊത്തം നമുക്കിന്ന് ഷിപ്പ് ചെയ്യാനുള്ളതാണ്. ഇന്ന് ഒരു 10 ഓർഡറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല ഹോബിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്.